ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ വേദപുസ്തകത്തിൽ രക്തത്തിൻ്റെ പ്രാധാന്യം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആദാം പാപം ചെയ്തു വീണുപോയി. ദൈവം കടന്നു വന്ന് ഒരു മൃഗത്തെ കൊന്ന് അതിൻ്റെ തോലുരിച്ച് ആദാമിനെ ധരിപ്പിക്കുന്നതായി കാണുവാൻ കഴിയുന്നു. ഈ തോല് രക്തം പുരണ്ടതായിരുന്നു. വെളിപ്പാട് അവസാനത്തിലും നമുക്ക് കാണുവാൻ കഴിയുന്നു, കുഞ്ഞാടിൻ്റെ രക്തത്തിൽ അങ്ക് കഴുകിയവർ ഭാഗ്യവാന്മാർ, അവർക്ക് ജീവവൃക്ഷത്തിൻ്റെ ഫലത്തിൽ നിന്നും ഭക്ഷിക്കുവാൻ കഴിയും. ഇസ്രായേലിയർ മിസ്രയീമിൽ നിന്നും പുറപ്പെട്ടു വരുമ്പോൾ അവിടെയും നമുക്ക് രക്തം തളിക്കപ്പെടുന്നത് കാണാം. വിശ്വാസികളായ നാം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്താലാണ് വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നത്. വേദപുസ്തകം മുഴുവനായും രക്തത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നു. അതുകൊണ്ട് രക്തത്തിൻ്റെ പ്രാധാന്യം നാം കൂടുതലായി മനസ്സിലാക്കുകയും അത് വേണ്ട സമയത്ത് പ്രയോഗിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. സമാഗമന കൂടാരത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, പാപയാഗത്തിനായും അകൃത്യയാഗത്തിനായും കുഞ്ഞാടിൻ്റെ രക്തം അവിടെ തളിക്കപ്പെടുന്നതായി നമുക്ക് കാണാം. പ്രായശ്ചിത്ത മുടിയന്മേലും ധൂപപീഠത്തിന്മേലും രക്തം തളിക്കപ്പെടുന്നതായി നമുക്ക് കാണാം. കൃപാസനത്തിൻ്റെ മേലും രക്തം തളിക്കപ്പെടുന്നതായി നമുക്ക് കാണാം. അതുകൊണ്ട് രക്തത്തിൻ്റെ പ്രാധാന്യം നാം വ്യക്തമായി മനസ്സിലാക്കുകയും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അതിൻ്റെ പ്രാധാന്യം അറിഞ്ഞിരിക്കേണ്ടതായ ആവശ്യകതയുമുണ്ട്. മാനവരാശിയുടെ വീണ്ടെടുപ്പ് രക്തത്തിൽ ആശ്രയിച്ചു ഇരിക്കുന്നു എന്ന് ഭൂമിക്കടിസ്ഥാനമിടുന്ന കാലങ്ങൾക്ക് മുതലേ നമുക്ക് കാണുവാൻ കഴിയുന്നു. വെളിപ്പാട് 11:8 ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും. 1 പത്രോസ് 1:19 ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. എഫെസ്യർ 1:4 നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ സൗജന്യമായി നൽകിയ തൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. കുഞ്ഞാടിൻ്റെ രക്തം ലോകസ്ഥാപനത്തിന് മുൻപേ വീണ്ടെടുപ്പിനായി നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആദാമിൻ്റെയും ഹവ്വായുടെയും വീഴ്ചയിൽ ദൈവം അവരെ വീണ്ടെടുക്കുന്നതിനായി ഒരു തോൽ ഉടുപ്പിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അവിടെ ഒരു മൃഗത്തെ കൊന്ന് ആയിരിക്കണം അതിൻ്റെ തോലെടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു രക്തച്ചൊരിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മനുഷ്യൻ്റെ വീണ്ടെടുപ്പിനായി ആരംഭം മുതലേ ദൈവം രക്തം കൊണ്ടുള്ളൊരു വീണ്ടെടുപ്പ് സ്ഥാപിച്ചതായിട്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഉൽപ്പത്തി 3:21 യഹോവയായ ദൈവം ആദാമിനും അവൻ്റെ ഭാര്യയ്ക്കും തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു. റോമർ 3:28 അങ്ങനെ മനുഷ്യൻ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നാം അനുമാനിക്കുന്നു. ലൂക്കോസ് 15:22 അപ്പൻ തൻ്റെ ദാസന്മാരോട് വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിപ്പിൻ. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് മടങ്ങി വന്ന മകനെ പിതാവ് അങ്കി ധരിപ്പിക്കുന്നതായിട്ട് കാണുന്നു. ഇതുപോലെ ദൈവം ഉൽപ്പത്തി പുസ്തകത്തിലും ആദാമിനെയും ഹവ്വയെയും തോൽ കൊണ്ട് ഒരു അങ്കി ധരിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അവർക്കൊരു വസ്ത്രം നൽകുന്നതായിട്ട് കാണാം. ഇത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പിലൂടെ ലഭിക്കുന്ന നീതീകരണത്തെ കാണിക്കുന്നു. പുറപ്പാട് പുസ്തകം 8:23 എൻ്റെ ജനത്തിനും നിൻ്റെ ജനത്തിനും മധ്യേ ഞാനൊരു വ്യത്യാസം വയ്ക്കും, നാളെ ഈ അടയാളം ഉണ്ടാകും. ഈ വ്യത്യാസം കാണിക്കുന്നത് വീണ്ടെടുപ്പിൻ്റെ ഒരു വ്യത്യാസമാണ്. മിസ്രയീമ്യരും ഇസ്രായേൽ ജനങ്ങളും തമ്മിൽ ദൈവം ഒരു വീണ്ടെടുപ്പിൻ്റെ വ്യത്യാസം വയ്ക്കുന്നു. പുറപ്പാട് 12:6 ഈ മാസം 14-ാം തീയതി വരെ അതിനെ സൂക്ഷിക്കണം. ഇസ്രായേൽ സഭയുടെ കൂട്ടമെല്ലാം സന്ധ്യാസമയത്ത് അതിനെ അറുക്കണം. 7 അതിൻ്റെ രക്തം കുറെ എടുത്ത് തങ്ങൾ തിന്നുന്ന വാതിലിൻ്റെ കട്ടിലക്കാൽ 2 കുറുമ്പടിമേലും പുരട്ടണം. 13-ാം വാക്യം നിങ്ങൾ പാർക്കുന്ന വീടുകളിന്മേൽ രക്തം അടയാളമായിരിക്കും. ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞു കടന്നു പോകും. ഞാൻ മിസ്രയീം ദേശത്തെ ബാധിക്കുന്ന ബാധ നിങ്ങൾക്ക് നാശഹേതുവായി തീരുകയില്ല. ഇവിടെ ഇസ്രായേലിയരെ കുഞ്ഞാടിൻ്റെ രക്തം വീണ്ടെടുക്കുന്നതായിട്ട് കാണാം. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തം ഇതിലധികമായി സംസാരിക്കുന്നു. എബ്രായർ 12:24 പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. ഈ കുഞ്ഞാടിൻ്റെ രക്തം
ദൈവത്തിൻ്റെ വായ അടപ്പിക്കുന്നതിന് തുല്യമായിരുന്നു. ഇവിടെ കുഞ്ഞാടിന് പറയുവാൻ കഴിയും, നിൻ്റെ നീതിപൂർവമായ നിൻ്റെ നീതി നിർവഹണത്തിനായി ഇതാ രക്തം ചൊരിയപ്പെട്ടിരിക്കുന്നു, വീണ്ടെടുപ്പിൻ്റെ രക്തം ചൊരിയപ്പെട്ടിരിക്കുന്നു, അതിലൂടെ നിൻ്റെ നീതി ഇവിടെ നിവർത്തിക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ ദൈവമേ, ഇത് മുഖാന്തരം നീ നിശബ്ദനാകണമേ. ദൈവമേ, നിൻ്റെ നീതിയുടെയും തേജസ്സിൻ്റെയും വിശുദ്ധിയുടെയും മാനദണ്ഡങ്ങൾ ഈ രക്തച്ചൊരിച്ചിലൂടെ ഇവിടെ നിറവേറ്റപ്പെട്ടിരിക്കുന്നു. അതിനാൽ ഇനിയും നീ നിശബ്ദനാകണമേ. അവൻ്റെ കൃപയാൽ ക്രിസ്തുയേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ഉൽപ്പത്തി 3:24 ഇങ്ങനെ അവൻ മനുഷ്യനെ ഇറക്കിക്കളഞ്ഞു, ജീവന്റെ വൃക്ഷത്തിങ്കിലേക്കുള്ള വഴി കാപ്പാൻ അവൻ ഏദൻ തോട്ടത്തിന് കിഴക്ക് കെരൂബുകളെ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിൻ്റെ ജ്വാലയുമായി നിർത്തി. മിന്നുന്ന വാള് ദൈവത്തിൻ്റെ നീതിയെ കാണിക്കുന്നു, മിന്നൽ ദൈവത്തിൻ്റെ വിശുദ്ധിയെ കാണിക്കുന്നു, കെരൂബുകൾ ദൈവത്തിൻ്റെ തേജസ്സിനെ കാണിക്കുന്നു. അപ്രകാരം ഇവ മൂന്നും ജീവവൃക്ഷത്തിങ്കിലേക്കുള്ള വഴി കാപ്പാനായി നിന്നു. മനുഷ്യൻ്റെ വീഴ്ച മനുഷ്യനെ ദൈവത്തിൻ്റെ നീതിയിൽ നിന്നും വിശുദ്ധിയിൽ നിന്നും തേജസ്സിൽ നിന്നും അകറ്റിക്കളഞ്ഞു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പ് മുഖാന്തരം ഈ 3 വിഷയങ്ങളിലേക്കും നീതി, വിശുദ്ധി, തേജസ്, ദൈവത്തിൻ്റെ പ്രധാനപ്പെട്ട ഈ 3 വിഷയങ്ങളിലേക്ക് മനുഷ്യനെ തിരികെ കൊണ്ടുവരുവാൻ തക്കവണ്ണം കഴിഞ്ഞു. ഇവിടെ സാത്താൻ്റെ വായ അടച്ചതായിട്ട് നമുക്ക് കാണാം. നമുക്ക് സാത്താനോട് പറയുവാൻ കഴിയും, സാത്താനെ, നിന്റെ വായടയ്ക്കുക, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം, എന്നെ വീണ്ടെടുത്ത രക്തം എന്നെ ദൈവം മുമ്പാകെ നീതീകരിച്ചിരിക്കുന്നുവെന്ന് നമുക്ക് പറയുവാൻ കഴിയണം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം നമ്മുടെ മനസാക്ഷിയുടെ വായടപ്പിക്കുന്നു. നമുക്ക് പറയുവാൻ കഴിയും, നിന്റെ വായടയ്ക്കുക, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം എന്നെ ശുദ്ധീകരിച്ചിരിക്കുന്നു, ദൈവം മുമ്പാകെ എന്നെ നീതീകരിച്ചിരിക്കുന്നു. എബ്രായർ 9:14 നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്ര അധികം ശുദ്ധീകരിക്കും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ 3 മാർഗത്തിലൂടെയുള്ള ആ ശക്തിയെ നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. ഒന്ന്, ദൈവത്തോടുള്ള നിരപ്പ്, സാത്താനോടുള്ള എതിർപ്പ്, നമ്മളുടെ വിശ്വാസത്താലുള്ള അതിലൂടെയുള്ള നീതീകരണം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ അത്ഭുതകരമായ രക്തത്തെ ഓർത്ത് നമുക്ക് കർത്താവിനെ സ്തുതിക്കുവാൻ കഴിയുമോ? ഈ രക്തം ഇന്നും നമ്മോട് സംസാരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ ഒരു പ്രധാനപ്പെട്ട വിഷയം നാം നോക്കണം. ദൈവത്തിന് പാപിയായ മനുഷ്യനെ രക്ഷിക്കുവാനായി പാപമില്ലാത്ത രക്തം ആവശ്യമായിരുന്നു. ലേവ്യ പുസ്തകം 17:11 മാംസത്തിൻ്റെ ജീവൻ രക്തത്തിൽ അല്ലോ ഇരിക്കുന്നത്, യാഗപീഠത്തിന്മേൽ നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ ഞാൻ അത് നിങ്ങൾക്ക് തന്നിരിക്കുന്നുവല്ലോ, രക്തമല്ലോ ജീവൻ മൂലമായി പ്രായശ്ചിത്തം ആകുന്നത്. എബ്രായർ 9:22 ന്യായപ്രമാണ പ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ പാപമോചനമില്ല. ലേവ്യ പുസ്തകം 17:14 ഇപ്രകാരം പറയുന്നു, സകല ജഡത്തിൻ്റെയും ജീവൻ അതിൻ്റെ രക്തമല്ലോ. എബ്രായർ 9:22 ന്യായപ്രമാണ പ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. ലേവ്യർ 16:14 അവൻ കാളയുടെ രക്തം കുറെ എടുത്ത് വിരൽ കൊണ്ട് കിഴക്കോട്ട് കൃപാസനത്തിൻ്റെ മേൽ തളിക്കണം, അവൻ രക്തം കുറെ തൻ്റെ വിരൽ കൊണ്ട് കൃപാസനത്തിൻ്റെ മുൻപിലും 7 പ്രാവശ്യം തളിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യം, ദൈവത്തിന് പാപിയായ മനുഷ്യന് പ്രായശ്ചിത്തം കഴിക്കേണ്ടതിന് വേണ്ടി പാപമില്ലാത്ത രക്തം ആവശ്യമാണെന്നുള്ളതിനെ പ്രാധാന്യത്തെ നാം കാണുന്നു. പ്രപഞ്ചത്തിൽ ദൈവം മാത്രമാണ് പാപമില്ലാത്തവൻ. എന്നാൽ ദൈവത്തിന് രക്തമില്ല, മനുഷ്യന് മാത്രമാണ് രക്തം. അപ്പോൾ അതിനാൽ ഇവിടെ അത്ഭുതകരമായൊരു വിഷയം നമുക്ക് കാണാം. രക്തം എടുക്കുന്നതിന് വേണ്ടിയാണ് ദൈവം മനുഷ്യനിലേക്ക് പ്രവേശിച്ചത്. റോമർ 12:12-19 12:14 എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ, ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. റോമർ 5:12 അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും
പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. എല്ലാ മനുഷ്യരിലേക്കും പാപം കടന്നു വരുവാനുള്ള കാരണം ആദാമിൻ്റെ വീഴ്ച മുഖാന്തരമായിരുന്നു. അതിനാൽ ആദാമിൻ്റെ രക്തം പാപമുള്ള രക്തമായി മാറി. അപ്പോൾ മാനവകുലം മുഴുവനും പാപം നിറഞ്ഞ രക്തത്തിൽ ഉള്ളവരായി മാറി. മനുഷ്യർ എല്ലാം പാപികളായി മാറി. 2:14 മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. റോമർ 8:3 നാം ഇപ്രകാരം കാണുന്നു: ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ച് പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. അതിനാൽ ദൈവം പാപമില്ലാത്ത ഒരു രക്തമാണ് ഇവിടെ എടുത്തിരിക്കുന്നതെന്ന് ഈ വചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രപഞ്ചത്തിൽ ദൈവത്തിന് രക്തമില്ല, ദൈവത്തിന് പാപവുമില്ല. എന്നാൽ അവൻ ഒരു പാപരക്തത്തെ ഇവിടെ എടുക്കേണ്ടതായിട്ട് വന്നു. മനുഷ്യനിൽ മാത്രമായിരുന്നു ആ പാപരക്തം ഉണ്ടായിരുന്നത്. നേരത്തെ കണ്ടതുപോലെ ദൈവം അതിനാൽ മനുഷ്യൻ്റെ രക്തത്തിലേക്ക് പ്രവേശിക്കേണ്ടതിനായി മനുഷ്യ രൂപം എടുത്തു, അഥവാ മനുഷ്യ സാദൃശ്യമെടുത്തു. ക്രൂശിൽ ചൊരിഞ്ഞ രക്തം യഹൂദന്മാരുടെ രക്തമോ രാഷ്ട്രങ്ങളിലെ വിവിധ ജാതികളുടെ രക്തമോ ആയിരുന്നില്ല. അത് ദൈവത്തിൻ്റെ രക്തം മാത്രമായിരുന്നു. മനുഷ്യനായ യേശുവിൻ്റെ രക്തത്തിൽ ദൈവത്തിൻ്റെ മൂലകം ചേർക്കപ്പെട്ടു. എബ്രായർ 10:19-20 അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹമെന്ന തിരശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും. എബ്രായർ 13:12 അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തുവച്ച് കഷ്ടം അനുഭവിച്ചു. അപ്പോസ്തലപ്രവൃത്തികൾ 20:28 നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയെ മേയ്പ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യ ദേഹത്തിൽ തൻ്റെ രക്തത്തിൽ ദൈവത്തിൻ്റെ മൂലകം ചേർക്കപ്പെട്ടിരിക്കുന്നു. ആയതിനാൽ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിന്മേൽ മരിക്കുമ്പോൾ അവിടെ മനുഷ്യനാണ് മരിക്കുന്നത്, ദൈവം ആ ക്രൂശിൽ മരിക്കുന്നില്ല. ദൈവം ക്രിസ്തുവിൽ പ്രവേശിച്ച് തൻ്റെ ശരീരത്തിലുള്ള രക്തത്തിലേക്ക് ദിവ്യമൂലകമായി പകരപ്പെട്ടതിനാൽ ആ രക്തത്തിന് നിത്യശക്തിയുണ്ട്, നിത്യസാഫല്യമുണ്ട്. ഈ രക്തത്തിന് നിത്യതയുടെ സാഫല്യം ഉണ്ടെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ഇത് ഇവിടെ താൽക്കാലികമായ ഒരു വിഷയത്തിനായി ചൊരിഞ്ഞ രക്തം മാത്രമല്ല. ഈ രക്തത്താൽ നാം വീണ്ടെടുക്കപ്പെടുമ്പോൾ അതിലേക്ക് നിത്യതയുടെ ആ സാഫല്യം ചേർക്കപ്പെടുന്നു. ഇത് സാധ്യമാകുന്നത് ഒരിക്കൽ കൂടെ ഓർപ്പിക്കുന്നു, ദൈവത്തിൻ്റെ ദിവ്യമൂലകം മനുഷ്യനായ യേശുവിൻ്റെ രക്തത്തിലേക്ക് പ്രവേശിച്ചതിനാലാണ് ഈ നിത്യ സാഫല്യം സാധ്യമാകുന്നത്. അപ്പോൾ ക്രിസ്തുവിലേക്ക് വിശ്വസിക്കുന്ന എല്ലാ മനുഷ്യരുടെയും എല്ലാ പാപങ്ങളും ക്ഷമിക്കത്തക്കവണ്ണം ഈ രക്തത്തിന് ഒരു നിത്യശക്തി ഉണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം.